ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വിപണിയിൽ കടുത്ത മത്സ്യക്ഷാമം. ലഭ്യത കുറഞ്ഞതോടെ മത്തി ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ പ്രിയപ്പെട്ട മീനുകൾക്ക് പൊന്നും വിലയാണ് ഈടാക്കുന്നത്. ഇതോടെ ഉപഭോക്താക്കളുടെ മത്സ്യവ്യാപാരികളും ഒരുപോലെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ജൂൺ 9 അർദ്ധരാത്രിയിൽ ആരംഭിച്ച 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 31 അവസാനിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ ബോട്ടുകൾ പൂർണ്ണതോതിൽ കടലിൽ ഇറങ്ങുന്നതോടെ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് വിപണി. എന്നാൽ കടലിൽ ഇറങ്ങി മീൻപിടുത്തം സാധാരണ നിലയിലാകാൻ ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേരള തീരത്ത് സുലഭമായിരുന്ന മത്തി, അയല, മാന്തൽ, ചെറിയ ചെമ്മീൻ എന്നിവയുടെ ലഭ്യത മാസങ്ങളായി ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത തൊഴിലാളികൾക്ക് ചെമ്മീൻ, മത്തി, നത്തോലി എന്നിവ ലഭിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ഇവ പേരിനു മാത്രമാണ് ലഭിച്ചത് എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. കടലിലെ താപനില വർദ്ധിച്ചതോടെ മത്തി കേരള തീരം വിട്ട് പോകുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇതോടെ മാസങ്ങളായി അന്യസംസ്ഥാനത്തു നിന്നുള്ള മീനുകളാണ് വിപണിയിൽ ലഭ്യമായിട്ടുള്ളത്. മത്സ്യത്തിന്റെ വിലയും ഏറിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും അശാസ്ത്രീയ മീൻപിടുത്തവുമാണ് കടലിൽ മത്സ്യസമ്പത്ത് കുറയാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ജൂലൈ 31 ട്രോളിംഗ് നിരോധനം അവസാനിക്കും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് ഉപഭോക്താക്കളുടെയും മത്സ്യവ്യാപാരികളുടെയും പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.